التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. വഖദ് യുഹ്ദഫു ചിലപ്പം കളയപ്പെടും കുല്ലും മിനൽ മുബ്തദി വൽ ഖബർ. മുബ്തദ ഖബർന്നു മുബ്തദനെ ഖബറിനെയൊക്കെ കളയപ്പെടുന്ന അവസ്ഥ വരും. വഖദ് യുഹ്ദഫു കളയപ്പെടും കുല്ലുൻ എല്ലാം മിനൽ മുബ്തദി വൽ ഖബർ, ഖബറിനും മുബ്തദയിൽ നിന്നും. അത് കളയണമെങ്കിൽ ഇതാണല്ലോ ദലീൽ, എന്തെങ്കിലും ഒരു ദലീൽ വേണം. യദുല്ലു അലൈഹി, ആ കളഞ്ഞതിൻ്റെ മേലെ അറിയിക്കുന്നതായ വല്ല ദലീലും ഉണ്ടാവണം, ഒരു ഖരീനത്ത് സാഹചര്യ തെളിവുണ്ടാവണം എന്നർത്ഥം. ഫല്ലവ്വൽ ഒന്നാമത്തെ നോക്കാം നമുക്ക്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് സൂറത്തുൻ അൻസൽനാഹാ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് അവിടെ ദാഹിറാണ് ഐ ഹാദിഹി സൂറത്തുന്ന, ഈ ഹാദിഹി ഇത് സൂറത്തുൻ അൻസൽനാഹാ എന്നാണ്. അപ്പോൾ അവിടെ എന്ത് കളഞ്ഞിട്ടുണ്ട്? മുമ്പത്തെ കളഞ്ഞില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഒത്താനി രണ്ടാമത്തെ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ ഉകുലുഹാ ദായിമുൻ വസില്ലുഹാ, ഉണ്ടാവും അതിലെ ഖനികൾ എന്നെന്നും ശാശ്വതമായിരിക്കും. വസില്ലുഹാ, അതിലെ തണലുകളും ശാശ്വതമായിരിക്കും. നമുക്ക് മാക്കബിലിന് ദായിമെന്നത് കിട്ടുക. അപ്പോൾ ഐ ദായിമെന്ന് അവിടെ ഖബർ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കരീനത്ത് കൊണ്ട് സാഹചര്യം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇനി വഖദ് ജിത്തമ ഹദഫുഹുമാ, അവ രണ്ടിൻ്റെയും ഹദഫ് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഫി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഖൗലിൽ. രണ്ടും മൂത്ത ഖബറും കളഞ്ഞു പോയിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് കിട്ടും ഈ ആയത്തിൽ. അതാണ് മൂത്തന കളിയിലും വന്നിട്ടുണ്ട്, ഖബറിൻ്റെ കളിയിൽ വന്നിട്ടുണ്ട്. ഏതാ ഫി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഖൗലിൽ സലാമുൻ ഖൗമുൻ മുൻകറൂന. അപ്പോൾ സലാമുൻ, അതിൻ്റെ സലാമ മുബ്തദാണ്. അത് സലാമുൻ മുബ്തദാണ്. അതെന്തുകൊണ്ട് നെക്ര മുബ്താൻ പറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ദുആ ആണ്. എന്തെങ്കിലും ഒരു ഖുസൂസിയത്ത് കിട്ടിയാൽ മതി എന്ന് നമ്മൾ അൽഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഫസലാമുൻ എന്നത് മുബ്തദ ആകുന്നു. ലി കൗനിഹി, അതായ കാരണത്താൽ ദുആഅൻ, ദുആ ആയതുകൊണ്ടാണ്. ദുആ ആകുമ്പോൾ ഖുസൂസിയത്ത് കിട്ടിയല്ലോ. വൽ ഖബർ അവിടെ മഹ്ദൂഫാണ്. അപ്പം എന്താ സലാമുൻ അലൈക്കും ഉണ്ടോ. ഇനി ഖബറിന് ആരെ തന്നെ കിട്ടും നോക്കിയാൽ വ ഖൗമുൻ എന്നുള്ളത് ഖബറാണ്. ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ, മഹ്ദൂഫായ ഒരു മുബ്തദഇന്റെ ഖബറാണ് ഖൗം എന്നുള്ളത്. മഹ്ദൂഫായ മുബ്തദഇന്റെ ഒരു ഖബറാണ് ഖൗം എന്നുള്ളത്. അപ്പം എന്താ തഖ്ദീറുഹു അൻതും ഖൗമുന്ന. അപ്പോൾ സലാമുൻ അലൈക്കും, അപ്പോൾ ഖൗമുൻ ആണ് അൻതും, നിങ്ങൾ ഖൗമുൻ മുൻകറൂൻ, അപരിചിതരായ ഒരു ഖൗമാണ്. മനസ്സിലായോ? അതാണ് അവിടെ ഉദാഹരണം കൊടുത്തത്. ഇനി നോക്കാം. വയജിബു, നിർബന്ധമാകും ഹദഫുൽ ഖബരി, ഖബറിനെ കളയൽ ഫി അർബഇ മസായില, 4 മസ്അലകളിൽ ഖബറിനെ കളയൽ വുജൂബാണ്. അൽ ഊല, ഒന്നാമത്തതും വസാനിയത്തു, രണ്ടാമത്തതും ഹദഫുഹു, അതിനെ കളയലാണ്. എവിടെ? ഖബല ജവാബൈ ലൗല വൽ ഖസമി സ്വരീഹ്, സ്വരീഹായ ഖസമിൻ്റെയും അതേപോലെ തന്നെ ലൗല എന്ന് പറഞ്ഞാൽ തഹദീദിൻ്റെ ലൗല ഉണ്ട് കേട്ടോ. അത് ഫീലിയ ജുംലയിൽ പ്രവേശിക്കുന്നത് അതല്ല. ഇവിടെ ഷർത്തിയായ ഇംതിനായിയായ ലൗലയാണ് ഇസ്മിയ ജുംലയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ ജവാബിൻ്റെ മുമ്പേ. മനസ്സിലായ? അവ രണ്ടിൻ്റെ സരീഹായ ഖസമിൻ്റെയും ലൗല ഷർത്തിയായ ഇതിൻ്റെ ജവാബിൻ്റെ മുമ്പേ അതിനെ കളയും. അതാണ് ഊല സാനി പറഞ്ഞാൽ 4 മസ്അല പറഞ്ഞില്ലേ. ഒന്നാമത്തെ മസ്അല ഇപ്പോൾ ഏതാ? ലൗലാക്ക് ശേഷം. രണ്ടാമത്തത് ഖസമിന് ശേഷം. ഇബ്നു മാലിക് പറഞ്ഞില്ലേ അൽഫില് വബഅദ ലൗലാ ഗാലിബൻ ഹദ്ഫുൽ ഖബർ, ലൗലാക്ക് ശേഷം അധികരിച്ചും ഖബറിനെ കളയലാകുന്നത് ഹത്മുൻ, നിർബന്ധമാകുന്നു. വഫീ നസ്സിൻ യമീനിൻ ഇസ്തഖർ, നസ്സായ യമീനിലും ഈ കളയൽ എന്ന ഹുക്മ് ഇസ്തഖറ സ്ഥിരപ്പെട്ടു എന്നാണ്. അപ്പോൾ 2 മസ്അല അതാണ്. വസാലിസത്ത് നമുക്ക് വിശദീകരിക്കാം. വസാലിസത്ത്, മൂന്നാമത്തേത് ഹദഫു, അതിനെ കളയലാണ്, അഥവാ ഖബറിനെ കളയലാണ്. ഖബലൽ ഹാലി, ഹാലിന് മുമ്പേ. എങ്ങനത്തെ ഹാല ശരിക്കും ശ്രദ്ധിക്കുക. ഹൽ മുംതനിഇ, തടസ്സമായി, കൗനുഹ, ആ ഹാലാവൽ ഖബറൻ, ഖബറാവൽ തടസ്സമായി, അൽ മുബ്തദ, ഈ മുബ്തദയിനെ തൊട്ട്, അല്ലതി, എങ്ങനത്തെ മുബ്തദ, ഹുവ മസ്ദറുൻ, ആ മുബ്തദാകട്ടെ മസ്ദറാണ്. അപ്പം മസ്ദറായ ഒരു മുബ്തദയിനെ തൊട്ട് ഖബർ ആവാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഹാലിൻ്റെ മുമ്പിൽ ഖബറിനെ കളയണം. ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട് വഖബ്ല ഹാലിൻ ലാ യകൂനു ഖബറ അനില്ലദീ ഖബറുഹു ഖദ് ഉദ്മിറ. വഖബ്ല ഹാലിൻ, ഹാലിന് മുമ്പിലും കളയപ്പെടും. ലാ യകൂനു, എങ്ങനത്തെ ഹാലാണ്? ലാ യകൂനു, ആ ഹാല് സാലിഹാവുകയില്ല. ഖബറൻ, ഖബറാവൽ, അനില്ലദീ, ഒരു മുബ്തദനെ തൊട്ട് ഖബറുഹ, മുബ്തദ ഖബർ ഖദ് ഉദ്മിറ, കളയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നും വിശദീകരിക്കാം. ആദ്യം ഒന്നോരും പറയാം. നാലാമത്തേത് വറാബിഅത്തു, നാലാമത്തേത് ഹദ്ഫു, ഖബറിനെ കളയണം. ബഅദ വാവിൻ, വാവിന് ശേഷം. എങ്ങനത്തെ ബഅദ വാവിൽ മുസാഹബത്തി സ്വരീഹത്തി, സ്വരീഹായ മുസാഹബത്തിന്റെ വാവിന് ശേഷം. ഇനി ഫമിസാലു ലൗല, ലൗലാക്ക് ഉദാഹരണം നോക്കാം നമ്മൾ.
നഹ്വു ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല്, ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീന. അപ്പോൾ ഫ അൻതും എന്നുള്ളത് മുബ്തദ ആണ്, മഹ്ദൂഫുൽ ഖബർ കടയപ്പെട്ടതാണ്. അപ്പം എങ്ങനെയാ തഖ്ദീർ? ഐ ലൗലാ അൻതും സദത്തുമൂന, ലൗലാ അൻതും സദത്തുമൂന, നിങ്ങൾ ലൗലാ അൻതും നിങ്ങൾ ഞങ്ങളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ലകുന്ന മുഅ്മിനീൻ മുഅ്മിനുകളാകുമായിരുന്നു. ബി ദലീൽ, എങ്ങനെ ദലീലുണ്ട് അവിടെ? അന്നമാ ബഅദഹു, തീർച്ചയായും അതിന് ശേഷമുള്ളത്, നഹ്നു തൊട്ടടുത്തായത്തിലെ അവിടെ ദലീലുണ്ട് നമുക്ക്, നഹ്നു സദദ്നാകും അനിൽ ഹുദാ. അപ്പോൾ തൊട്ടടുത്ത ആയത്ത് കൊണ്ട് തെളിവ് കിട്ടി. അപ്പം ഈ ആയത്തിൽ ഇവിടെ പറഞ്ഞത് ലൗലാ അൻതും, അൻതുള്ള മുബ്താണ്. അപ്പോൾ മഹ്ദൂഫായ ഖബർ നമുക്ക് അവിടെ ദലീലുകൊണ്ട് തന്നെ കിട്ടി, അത് സദത്തു മൂനാന്ന. കാരണം അതെങ്ങനെ നമുക്ക് കിട്ടാൻ അവിടെ ദലീലുണ്ട്, ഖരീനത്ത് കിട്ടി. തൊട്ടടുത്ത ആയത്തിൽ അതാണ് ബി ദലീലി അന്നമാ ബഅദഹു, ശേഷമുള്ള ആയത്തിൽ നഹ്നു സദദ്നാകും അനിൽ ഹുദാന്ന. അവിടെ തൊട്ടടുത്ത ആയത്തിൽ അനഹ്നു എന്നിട്ടോ, ഇവിടെ അല്ല, അനഹ്നു ആയത്തിൻ്റെ കുറച്ച് ഭാഗമാണ് അനഹ്നു സദദ്നാകും അനിൽ ഹുദ. ഇവിടെ കുറച്ച് വിശദീകരണമുണ്ട്. ഇപ്പോൾ ഇവിടെ മുസന്നിഫ് ഇബ്നു ഹിസാം റഹ്മഹുല്ലാ പറഞ്ഞത് യജിബു ഹദ്ഫുൽ ഖബറി, ഖബറിനെക്കാളിൽ വുജൂബാണിതാ. പക്ഷെ വുജൂബായ മസലയിൽ തന്നെ ലൗലാൽ വിശദീകരണമുണ്ട്. ഈ ലൗലാക്ക് ശേഷം ഈ ഖബറിനെക്കാളിൽ വുജൂബ് എന്താണെന്നറിയോ നിങ്ങൾ? ഖബർ കൗല് മുത്തലക്കാവണം. ഇത് കൗന് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമ്പോ അത് ആ ഖബർ പ്രത്യേകം കൈത് ഉണ്ടാവില്ല. കൗന് മുഖയ്യദല്ല എന്നർത്ഥം, മുത്തലക്കാണ്, അഥവാ മൗജൂദുൻ പോലത്തെ തക്ദീറായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊരു തരം നമുക്ക് പറയാം, ലൗലാ സെയ്ദ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഅക്രംതുക, നിന്നെ ഞാൻ ആദരിക്കുമായിരുന്നു എന്നാ. അപ്പൊ അവിടെ ഖബർ കളഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വുജൂബാണ്. കാരണം ലൗലാ സെയ്ദുൻ മൗജൂദുൻ, ഇത് വുജൂബാണ് കളയൽ. നേരെ മറിച്ച് ഖബർ അവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഖബർ മുഖയ്യദായ കൗനാന്ന് വെക്കുക. മുഖയ്യദ് പറഞ്ഞാൽ മൗജൂദ് അല്ലാവില്ല, അത് പ്രത്യേകം ഖാസായ മൗജൂദ് വെച്ചു കൊടുക്കാൻ കഴിയില്ല, പ്രത്യേകം കൈത് വെച്ചുള്ള ഖബറായിരിക്കും. അപ്പൊ ആ കൈതായ കൗനൻ മുഖയ്യദാന്ന് വെക്കുക ഖബർ. അപ്പൊ അവിടെ രണ്ട് നിലക്കുണ്ട് വിശദീകരണം, അഥവാ അത് അൽഫിയാന്റെ ശറഹുകളിലൊക്കെ പറയലുണ്ട്. എന്താ? ഖരീനത്തില്ലെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കാം, കൗന് മുഖയ്യദാണ് മുത്തലക്കാണെങ്കിൽ, കൗന് മുത്തലക്കാണെങ്കിൽ മൗജൂദ് പോലത്തതാണെങ്കിൽ അവിടെ കളൽ വുജൂബാണ്. കൗന് മുഖയ്യദാണ് ഖബർ, അവ അത് കളഞ്ഞാൽ നമുക്കവിടെ മനസ്സിലാക്കാനുള്ള ഖരീനത്തൊന്നുമില്ല എങ്കിൽ അവിടെ കളയാൻ പറ്റൂല, ജായിസല്ല, പറയണം. ഉദാഹരണം ഇനി അൽഫിയലൊക്കെ കൊടുക്കൽ നമ്മളവിടെ വിശദീകരിച്ചിന് വബാദ ലൗലാ ഗാലിബൻ എന്നുള്ള ആ ഷറഹിൽ അവിടെ ലൗലാ ഖൗമുക്കി ഹദീസ് ഉണ്ടല്ലോ, ലൗലാ ഖൗമുക്കി, നിന്റെ കൗമ് ആയിരുന്നില്ലെങ്കിൽ, ലൗലാ ഖൗമുക്കി ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് കാലം കൊണ്ട് അടുത്തവർ, അഥവാ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച പുതിയ ആളുകളല്ലായിരുന്നെങ്കിൽ ലബനൈതുൽ കഅബത അലാ ഖവായിദ് ഇബ്രാഹിം എന്നുണ്ടല്ലോ അവിടെ ലൗലാ ഖൗമുക്കി എന്നുള്ള ഖൗമാണ് അവിടെ എന്ത് മുബ്തദ, ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം എന്നുള്ളത് ഇവിടെ ഖബറ. അപ്പൊ ഈ ഖബർ ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം എന്നുള്ളത് ഈ കൗന് മുഖയ്യദാണ്, മുത്തലക്കല്ല. കാരണം ഈ കൗമുക്കി എന്ന ഹദീസുനെ കളഞ്ഞിട്ട് നമുക്കവിടെ മൗജൂദ് വെച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മാന വ്യത്യാസം വരും. ഇവിടെ കൗമിക്ക് ആരല്ലായിരുന്നെങ്കിൽ ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം എന്നാ, അല്ലാതെ മുത്തലക്ക നിൽക്കല്ല. ലൗലാ കൗമുക്കി മൗജൂദിന്റെ കൗമ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നല്ല, മനസ്സിലായേ? അപ്പോൾ ഇവിടെ നമ്മൾ കളയാൻ പറ്റൂല, അവിടെ കളയാൻ പറ്റൂല. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഖരീനത്തുണ്ട്. ഖബർ കൗന് മുഖയ്യദാണ്, ഖരീനത്തുണ്ട് വെക്കുക. ഖരീനത്തുണ്ട് വല്ല സാഹചര്യത്തിലുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ജായിസേ ഉള്ളൂ, ജായിസ്. അപ്പം ഇവിടെ മുസന്നിഫ് ഇബ്നു ഹിശാം കൊടുത്തതോ ഇവിടെ ഖരീനത്തുള്ള ഒരു തെളിവാണ് കൊടുത്തത്. ഇവിടെ ശരിക്കും ജായിസ. ഉദാഹരണം നമ്മൾ പറയാം, ലൗലാ അൻസാർ സെയ്ദിന്റെ അൻസാറുകളില്ലായിരുന്നുവെങ്കിൽ ലമാ സലിമ, അവൻ രക്ഷപ്പെടില്ലായിരുന്നു. അപ്പം നമുക്കത് തെളിവുകൊണ്ട് മനസ്സിലാവും സെയ്ദിന്റെ അൻസാറുകൾ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്തുവാണോ ലൗലാ അൻസാറു സെയ്ദ് മൗജൂദെന്ന് പറ്റൂല, രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണോ? അത് നമുക്കത് മനസ്സിലാണോ? എന്താ രക്ഷിച്ചിട്ടുണ്ടാവും, പ്രതിരോധിച്ചിട്ടുണ്ടാവും. അപ്പൊ ലൗലാ അൻസാറു സെയ്ദിൻ ഹമൗഹു വേണ്ടോ, അവിടെ നമുക്ക് കരിനത്തുകൊണ്ട് സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ലൗലാ അൻസാറു സെയ്ദിൻ ഹമൗഹു എന്ന് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം. അതിൽപ്പെട്ടതാണ് അവിടെ ശാരിഹികൾ കൊടുക്കല് ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. കാരണം ഇവിടെ എന്തുണ്ട്? ദലീലുണ്ട്. കാരണം ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ എന്നുള്ളതിൽ അവിടെ ഖൈദാണ്, ഇത് മുത്തലക്കല്ല. ഇവിടുത്തെ ഖബർ എന്താ?
അതായത് ലൗലാന്തും സദത്തുമൂന എന്നുള്ളത് മുത്തലക്കായ ഖബറല്ല, മറിച്ച് എന്താ മുഖയ്യതായ ഖബറാണ്. അപ്പൊ ഇവിടെ നമുക്ക് പക്ഷെ ഇവിടെ കളയാൻ പറ്റി മുഖയ്യത കരീരത്ത് തൊട്ടടുത്ത ആയത്തിൽ നമുക്ക് ആയത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലാവും. കാരണം തൊട്ടടുത്ത ആയത്ത് അനഹ്നു സദദിനാക്കുന്ന, അപ്പൊ നമുക്ക് എന്താ ദലീൽ കൊണ്ട് അത് മനസ്സിലായി, ദലീൽ കൊണ്ട് മനസ്സിലായി. അപ്പൊ ഇവിടെ ജായിസേ ഉള്ളൂ. അപ്പൊ മുസന്നിഫ് ഇവിടെ ഇപ്പോൾ നിർബന്ധം എന്നുള്ള തരത്തിൽ ഉദാഹരണം കൊടുത്ത ലൗലാന്തുല്ല കുന്ന മുഅ്മിൻ എന്നുള്ളത് അതാണ് പറഞ്ഞത് ശരിക്കും ജായിസാണ്, അത് നിർബന്ധമല്ല. ഐ ലൗലാന്തും സദത്തുമൂന എന്ന ഖബർ ഇവിടെ ഈ ഉദാഹരണം കൊടുത്തത് ജായിസ് എന്ന നിലക്കുള്ളതാ. അപ്പൊ ഇനി ഇതിങ്ങനെ കൊടുത്തത് നോക്കിൽ എങ്ങനെ വെക്കേണ്ടി വരും? ലൗലാക്ക് ശേഷം എപ്പോഴും ഇബ്നു അഖില അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ ത്വരീഖത്ത് അന്നൽ ഹദ്ഫ വാജിബുൻ ദാഇമൻ, എപ്പോഴും വാജിബാണെന്ന അഭിപ്രായമുണ്ട്. ആ നിലക്കാരിക്ക് ഇബ്നു ഈസ റഹ്മഹുള്ളത് കൊടുത്തത്. ആ അഭിപ്രായം വ്യത്യസ്ത അഭിപ്രായം നമ്മൾ അൽഫിയിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ആയത്തോടെ കൊടുത്തത് വിചാരിക്കാം, അല്ലാഹു അലം. കാരണം മറ്റേ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ അൽഫിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇത് ജായിസായ സന്ദർഭമാണ്. പക്ഷെ എപ്പോഴും ഏത് സന്ദർഭത്തിലായാലും എന്താണ് കളയൽ വാജിബാണ് ലൗലാക്കേസ് എന്ന അഭിപ്രായക്കാരുണ്ട്. ഇനി കളയൽ കൂടാതെ വന്നതിനെ തൗവീൽ ചെയ്യണം എന്ന നിലക്ക് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ നിലക്കായിരിക്കാം ഇത്, അല്ലാഹു അലം. ഇനി മിസാലുൽ ഖസമി, ഖസമിന് ഉദാഹരണം നോക്കാം നമുക്ക്. നഹ്വു ലഅംറുക ലഅഫ്അലന്ന, ഖസമു സ്വരീഹ എന്ന് പറഞ്ഞല്ലോ. എന്താ ഈ ഖസമു സ്വരീഹായ ഖസം എന്ന് പറഞ്ഞാൽ അതിന്റെ അക്സർ ഇസ്തിഅമാലും അത് എന്തിനേക്കും ഖസമിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ലഅംറുക ഐമുനുള്ള അതേപോലത്തത് അത് ഖസമിലല്ല ഉപയോഗിക്കൽ അധികവും. സ്വരീഹ് അല്ലാത്ത ഖസം വരും അഹ്ദുല്ലാ പോലത്തത്, അഹ്ദുല്ലാഹി ലഅഫ്അലന്ന എന്ന് പറയും. അത് നമുക്ക് സാഹചര്യത്തോടെ മനസ്സിലാക്കാൻ പറ്റും ജവാബ് പറയുമ്പോൾ. അപ്പൊ അഹ്ദുല്ലാഹി ലഅഫ്അലന്ന എന്നുള്ളത് നമുക്ക് ഖസമിനാണ് അഹ്ദുല്ലാ ഉപയോഗിച്ചതെന്ന് മനസ്സിലായി. കാരണം ജവാബില്ല അഫ്അലന്ന പറഞ്ഞത് കൊണ്ട് മനസ്സിലാവുണ്ടോ? നേരെ മറ്റത് പറഞ്ഞിട്ടില്ല നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അഹ്ദുല്ലാ എന്നല്ലാണ്ട് ഉപയോഗിക്കില്ലേ. വ ഔഫു ബി അഹ്ദില്ലാ, അള്ളാഹുവിന്റെ കരാർ എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വരീഹായ ഖസമല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ അതൊക്കെ അൽഫിയറവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് രണ്ടും പറ്റും, മനസ്സിലായോ? സ്വരീഹായ ഖസമിലാണ് ഇവിടെ എന്ത് ഖബർ വുജൂബുള്ളൂ. സ്വരീഹല്ലാത്ത അഹ്ദുല്ലാ പോലത്തതിൽ ജായിസ ഖബറിന് ഇസ്ബാത്താക്കിയും പറയാം. അപ്പൊ ഉദാഹരണം അഹ്ദുല്ലാഹി അലയ്യ ഖബർ വെച്ചും പറയാല അഫ്അലന്ന, അല്ലെ അഹ്ദുല്ലാഹി അഫ്അലന കളഞ്ഞുകൊണ്ടും പറയാം. അത് അതിന്റെ കൂടെ മനസ്സിലാക്കുക. നമ്മൾ അൽഫിയലൊക്കെ പറയലുണ്ട്, ഇതിന്റെ കൂടെ അത് മനസ്സിലാക്കിയത്. അപ്പൊ ലഅംറുക ലഅഫ്അലന്ന കദാ, കണ്ടോ? അപ്പൊ അതിന്റെ തഖ്ദീർ എങ്ങനെ? വലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ ഇതോടല്ലോ. അത് ഖുർആന് ശാരിഹ് കൊടുത്ത ഉദാഹരണ. ഒന്ന് മത്തിന്റെ മാത്തിന് ഇബ്നു ഹിശാം കൊടുത്തതാണ് ലഅംറുക ലഅഫ്അലന്ന കദാ. അടുത്തൊരു ഉദാഹരണം വലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ ഖുർആനിലുള്ളതാ. അപ്പൊ ഇതൊക്കെ സ്വരീഹായ ഖസമാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഖബർ കളഞ്ഞിട്ടുണ്ട്. അതിന്റെ ഖബർ എന്താ പറയാ? അപ്പോ ഒന്നാമത്തെ ലഅംറുക യമീനി ലഅഫ്അലന്ന, രണ്ടാമത്തേതിൽ ആയത്തിൽ അംറുക എന്നുള്ള ഇടത്തിൽ അവിടെ ഖസമി ഉണ്ടാവും. ജവാബിന്റെ മുമ്പേ ഒരു ഖബർ ഉണ്ട് ഖസമി. അപ്പൊ ഖബർ രണ്ടിലും അവിടെ തഖ്ദീറുണ്ട്. കളയിൽ വുജൂബാണ്. ഒന്നാമത്തെ ലഅംറുക ലഅഫ്അല എന്ന ജവാബിന്റെ മുമ്പായിട്ട് യമീനി. വലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം എന്നുള്ളതിൽ അവിടെ വലഅംറുക ഖസമി അതാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞ മനസ്സിലാക്കുക. സ്വരീഫ് എന്ന് പറഞ്ഞാൽ സ്വരീഹ് അല്ലാത്ത പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്വരീഹ് അല്ലാത്ത പറഞ്ഞാൽ അഹ്ദുല്ലാ പോലെ രണ്ടായിട്ട് ഉപയോഗിക്കും. അത് അക്സർ ഇസ്തിമാൽ എന്തല്ല ഖസമൊന്നല്ല. അപ്പൊ സാഹചര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയുള്ള വട്ട രണ്ടും പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാൻ അൽഫിയക്ക് വേണ്ടി ഒരു അൽഫിയന്റെ ബൈത്തിൽ നമ്മളവിടെ വിശദീകരിച്ചു. ഇനി മിസാലുൽ ഹാലിന് ഉദാഹരണം നോക്കി. നഹ്വ് ഏതുപോലെയാണ് അറിയാം? ദർബി എന്റെ, ദർബി സൈദൻ ഖായിമൻ, ദർബി എന്റെ അടിയാകുന്നത് സെയ്ദിനെ അടിച്ച എന്റെ അടി, ഞാൻ എന്റെ അടി സെയ്ദിനെ ഖായിമൻ, ആ സെയ്ദന്നെ ഖായിമായ നിലയിൽ. ശരിക്കും ആ സെയ്ദ് നല്ല തഹാല്. ആ സെയ്ദ് അവിടെ മുഫസ്സിറാണ്. അവിടെ ഒരു മുഫസ്സിർ വരും, കാന വരും. ആ താമായ ഒരു കാനന്റെ ബമീറുള്ള ഹാലാണ് ഖായിമൻ എന്നുള്ളത്. അത് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ പറയാം, എൻ്റെ ഷറഹ് അവിടെ ഉണ്ട്. അതായത് ദർബി എൻ്റെ അടി സെയ്ദിനെ, ഹാസിലുൻ അതുണ്ടായി, ഇതാ കാന സെയ്ദ് ഉണ്ടായപ്പോ ഖായിമൻ അവൻ തന്നെ ഖായിമായ നിലയിൽ. കണ്ടോ? കാന അവിടെ കാമ. അപ്പൊ ഹാസിലുൻ ഇതാ കാന എന്നുള്ളത് അവിടെ ഹാജിലു ഖബർ അവിടെ എന്താണ്? തഖ്ദീർ അവിടെ മഹദൂഫാണ്. മഹദൂഫാണ്, നമുക്ക് അവിടെ വെച്ചുകൊടുക്കാൻ പറ്റൂല. ഹാസിലുൻ എന്നുള്ളത് എന്താ? ഹുവൽ ഖബറു, അത് ഖബറാണ്. അപ്പൊ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിയിൽ പറഞ്ഞിട്ടുണ്ട്, വഖബ്ല
വഖബ്ല ഹാലിൻ ലാ യകൂനു ഖബറ അനില്ലദി ഖബറുഹു ഖദ് ഉദ്മിറ. ഇവിടെ അപ്പം നമ്മൾ ഈ ഖായിം എന്നുള്ളതിനെ സദ്ദ മസദ്ദൽ ഖബരി, ഈ ഹാല് ഖബറിന്റെ സ്ഥാനത്തെറിഞ്ഞതാണ്. നമുക്കിവിടെ ഈ ദർബി സെയ്ദ് എന്നുള്ള ഖായിം എന്നുള്ളതിനെ അതിന്റെ ഖബറാക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ദർബ് എൻ്റെ അടി, സെയ്ദിന് അടിക്കൽ. ദർബി എന്ന മസ്തറിന്റെ മാമൂല് മഫ്ഊലാണ്, ദർബിന്റെ മഫ്ഊലാണ് സെയ്ദൻ മഫ്ഊലും ബിഹി എന്നത്. മനസ്സിലായോ? അപ്പോ ആ സെയ്ദിനെ അടിക്കൽ ഖായിമുൻ, അടി ഖായിമ എന്ന് പറയാൻ പറ്റുമോ? ദർബിയാണ് മുബ്തദ, പറ്റൂല. ദർബിനെ ഖായിമ കൊണ്ട് വസ്തു ചെയ്യാൻ പറ്റൂല. അതാണ് ആ പ്രശ്നം. അതാണ് പറഞ്ഞത് ഈ ദർബി എൻ്റെ അടി, സെയ്ദിനെ അടിക്കൽ ഹാസിലുണ്ടായി. ഇതാക്കാൻ അവനുണ്ടായപ്പോ ഖായിമൻ, ഖായിമായ നിലയിൽ. അപ്പോ ഹാസിലു എന്നുള്ളത് ഹുവൽ ഖബർ, അത് ഖബറാണ്. വ ഇദാ എന്നുള്ള സർഫുൽ ലഹു, അതിന്റെ സർഫാണ്. മുദാഫിന് അത് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. ഇലാ കാന താമായ കാനയിലേക്ക്, നാഖിസല്ല. ഇദാഫത്ത് ചെയ്യല്ലോ, അത് ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. അപ്പോ അവിടെ അതിന്റെ ഫായിലോ വഫായിലുഹ, അതിന്റെ ഫായില് ബമീർ മുസ്തത്തിറായ ബമീറാണ്. ഏതായി മുസ്തത്തിറായ ബമീർ? കാനയിലുള്ള, താമായ കാനയിലുള്ള മുസ്തത്തിറും ഫീഹ, ആ കാനയിൽ, താമായ കാനയിലുള്ള മുസ്തത്തിറായ ബമീറാണ് അതിന്റെ ഫായിൽ, കാനന്റെ അതിന്റെ ഫായിൽ. അതെങ്ങോട്ടാ മടങ്ങി നോക്കി? അതെന്താ മുഫസ്സറാണ് ഈ മുസ്തത്തിറായ ബമീർ. അത് മടങ്ങുന്നത് അലാ സെയ്ദിന്റെ മേലേക്കാണ്. അപ്പൊ അതിന് ഈ മുസ്തത്തിറായ ബമീർ നമുക്ക് തഫ്സീർ ചെയ്തിരുന്ന മുഫസ്സിർ ഏതാ? മാക്കബിലുള്ള സെയ്ദാണ്, സെയ്ദിന്റെ മേലേക്കാണ് മടങ്ങുന്നത്. അതാ പറഞ്ഞത് സെയ്ദിനല്ല ഹാലി, സെയ്ദിൽക്ക് മടങ്ങുന്ന, കാനെന്ന് മടങ്ങുന്ന കാനന്റെ മുസ്തത്തിറായ ബമീറനാ. വ ഖായിമൻ എന്നുള്ളത് ഹാലും മിൻഹു എന്ന കാന, ഈ താമായ കാനന്റെ മുസ്തത്തിറായ ബമീറിലാണ് ഹാല്. മനസ്സിലായില്ലേ? അത് നോക്കിക്കോളി. വ ഹാദിഹിൽ ഹാലു, ഈ ഹാല് ലാ യസിഹു സഹിയാവുകയില്ല, ലാ യസിഹു കൗനുഹ, അതാവുക എന്നുള്ളത്. ഈ ഹാല് ഏതാ? ഈ ഹാല് ഖായിമൻ എന്നുള്ളത്. ഈ ഖായിമൻ എന്നുള്ള ഈ ഹാല് ആവുക എന്നുള്ളത് സ്വഹീഹാവുകയില്ല, ഖബറാവുക എന്നുള്ളത്. അൻഹാദൽ മുബ്തദ, ഈ മുബ്തദ ദർബി. കാരണം എന്താ? ഇത് ലാ യുഖാലു ദർബി ഖായിമൻ, എൻ്റെ അടി ഖായിമ എന്ന് പറയോ? പറ്റൂലോ. കാരണം ലി അന്ന ദർബ് ലാ യൂസഫു ബി അന്നഹു ഖായിമുൻ, ആ അടി ഖായിമാണ് എന്നുള്ളത് കൊണ്ട് വസ്തു പറയപ്പെടൂല. ദർബിനെ ഖായിം കൊണ്ട് വസ്തു പറയൂലോ. ഇബ്നു മാലിക് പറഞ്ഞത് വേറെ അൽഫിയൽ കദർബിൽ അബ്ദ മുസി എന്നാ പറഞ്ഞത്. കണ്ടോ? എൻ്റെ അടി അബ്ദനെ മുസി ആയ നിലയിൽ. അപ്പോ ദർബിന്റെ ഖബറാവാൻ മുസി പറ്റൂല. കാരണം ദർബിനെ മുസി കൊണ്ട് എന്ത് ചെയ്യൂല? വസ്തു പറയൂല. മനസ്സിലായോ? ഇങ്ങനെ ആകുമ്പോ ഇവിടെ അപ്പൊ നമ്മൾ ആ ഹാലിനെ പറ്റി നമ്മൾ പറയാ സദ്ദ മസദ്ദൽ ഖബർ എന്നാണ്. അതിന്റെ മുമ്പ് ഒരു ഖബർ കളയലുണ്ട്, അത് വുജൂബാണ് എന്നർത്ഥം. ഇത് മറ്റൊരു ഉദാഹരണമാണ്. വഖദ, പ്രകാരം തന്നെയാണ്. അക്സറു ഷുർബി അസ്തവീഖ, സവീഖ് എന്ന് പറഞ്ഞാൽ മദ്യത്തിനൊക്കെ പറയുന്നുണ്ട്, ഒരു പാനീയം. അപ്പോൾ ഈ സവീഖ് സൂപ്പ് അല്ലെങ്കിൽ മദ്യത്തിനൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഷുർബി, എൻ്റെ കുടി, സവീഖ് ഉണ്ടല്ലോ, ഈ സവീഖ് കുടിക്കൽ അക്സർ അധികരിച്ചതുമാകുന്നത് ഏത് നിലക്കാം? മൽത്തൂത്തൻ, അത് കലർത്തപ്പെട്ടതായ നിലയിലാണ്. അപ്പൊ സവീഖ്, ആ മൽത്തൂത്ത് എന്നുള്ളത് ഒരു താമായ കാനുണ്ടാവും. ഇപ്പൊ മാക്കബൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തക്ദീർ ചെയ്യണം. അപ്പൊ എങ്ങനെ? ഇതാന്നോ ഇവിടെ ഇപ്പൊ ഷാരിഹ് പറഞ്ഞത് ഇതാന്നാണ്. ഇതും വെച്ചു കൊടുക്കാം. മാതി ഉദ്ദേശം നമുക്ക് ഇതും വെച്ചു കൊടുക്കാം. ഇത് കാനാന്നും വെക്കാം, ഇതാ കാന രണ്ടും വെക്കാം. ഇവിടെ ഇപ്പൊ ഇതാന്ന് ഷാരിഹ് പറഞ്ഞിട്ടുള്ളൂ, രണ്ടും വെക്കാം. അപ്പൊ ഇതിന്റെ തക്ദീർ എങ്ങനെ വരിക? നിങ്ങൾ അക്സറു ഷുർബി, എൻ്റെ കുടിക്കലിൽ അധികരിച്ചതും, അസവീക സൂപ്പ് കുടിക്കൽ, അതിന്റെ മഫൂലാണ് ഷുർബിന്റെ. അധികരിച്ചതും എങ്ങനത്തെ? മൽത്തൂത്തായ നിലയിലാണ്. സവീഖ് എന്ന മൽത്തൂത്തായ നിലയിൽ. അപ്പോ സവീഖ് ഹാസിലുൻ ഇത് കാനല്ല, ഇതാ കാന മൽത്തൂത്തന്ന. അപ്പൊ കാനന്റെ മുസ്തത്തിറ ദമീറിന്റെ ഹാലാണ് മൽത്തൂത്തൻ. ആ കാന്റെ മുസ്തത്തിറ ദമീറിന്റെ മടങ്ങുന്നത് എങ്ങോട്ടാണ്? ആ മുഫസ്സർ, ദമീർ മുഫസ്സറാണ് മടങ്ങുന്നത് സവീഖിൽ. കാരണം സവീഖ് മുഫസ്സറാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതവിടെ കൊടുത്തിട്ടുണ്ട്. അതേ നമ്മളെ മറ്റൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഇത് കേട്ടോ, 3 നിലക്കുണ്ട്. അതുകൊണ്ടാണ് 3 നിലക്ക് വരും ടൈപ്പ്. അതൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പറഞ്ഞ ഉദാഹരണം, അതായത് മുബ്തദ മസ്തറാവണം. ആ നിബന്ധന മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ദർബി സൈദൻ ഖായിമ എന്നുള്ളത് അവിടെ എന്താ? മുബ്തദ ആവുക, മുബ്തദ മസ്തർ ആവുക. ആ മസ്തർ തന്നെ ആമിലാവണം. എവിടെ? സാഹിബുഹാലിന്റെ മുഫസ്സിറിൽ. സാഹിബുഹാലിന്റെ മുഫസ്സിർ ഏതാ? സെയ്ദാണ്. സാഹിബുഹാലിന്റെ എന്ന് പറഞ്ഞാൽ കാനയിലെ മുസ്തത്തിറ ബമീറല്ലേ, നമ്മൾ പറയില്ലേ മുഫസ്സിറാണ്. അതിനെ തഫ്സീർ ചെയ്തിരുന്ന സെയ്ദ മുഫസ്സിറ. അപ്പൊ ആ സെയ്ദിലെ ആമിൽ അവിടെ മസ്തർ. ഇപ്പൊ ദർബി സെയ്ദ് എന്നുള്ളതിൽ
ആമിൽ തന്നെയാണല്ലോ, കാരണം സെയ്ദിൻ നസ്ബ് കൊടുത്ത ആമിൽ ദർബാൻ, മനസ്സിലായില്ലേ? ഒന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് ഏതാ? അക്സറു ഷുർബി, എൻ്റെ കുടിക്കലിൽ അധികരിച്ചതുമാകുന്നത്, സവീക സൂപ്പ് അല്ലെ മദ്യം, അതന്നെ മൽത്തൂത്തൻ അത് കലർത്തപ്പെട്ടതായ നിലയിൽ എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ രൂപ. അതെങ്ങോട്ടാ? അതൊന്ന് അഫ്അലു തഫ്ദീലാവുക. അക്സർ അഫ്അലു തഫ്ദീൽ അല്ലേ, അത് ഇങ്ങോട്ടാ മസ്തറിലേക്ക് പറഞ്ഞ രീതിയിൽ മസ്തറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെടുക, ബാക്കി അതേപോലെ വരും. അല്ലെങ്കിൽ മുഅവ്വൽ, മസ്തർ മുഅവ്വലിലേക്ക്. അതാണ് അടുത്ത ഉദാഹരണം പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പാണ്, അതാ ഞാൻ പറയാൻ കാരണം. അതാണ് വഅഖ്തബു മാ യകൂനുൽ അമീറു ഖായിമൻ. ഒരു അമീർ ആകുന്നതിൽ ഏറ്റവും അഖ്തബായ, ഏറ്റവും അമീറിനാകുക എന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സംസാരിക്കൽ, അതായത് ഖുത്ബ സംസാരിക്കൽ, ഖുത്ബ പറയുക എന്നുള്ളത് എപ്പോഴാ? ഖായിമൻ, അമീർ തന്നെ ഖായിമായ നിലയിലാണ്. വഅഖ്തബു ഏറ്റവും ഉള്ള സംസാരം അല്ലെ ഖുത്ബ പറയൽ, അത് മാ യക്കുൻ, മാ മസ്തരിയാണ്. മാ യക്കുൻ അമീറു, അമീർ ആകുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തബായത് അത് ഖായിം, അമീർ ഖായിമായ നിലയിലാണ്. അപ്പോൾ മാ ഇവിടെ മസ്തരിയ, ഇവിടെ അവലിലേക്കാണ് ഇദാഫത്ത് ചെയ്ത് ഇസ്മു തഫ്ദീലിന്. മാ മസ്തരിയാണല്ലോ, അപ്പോൾ തവ്വീൽ ചെയ്യണ്ടേ? വഅഖ്തബു കൗനിൽ അമീരിന വരിക, എന്നിട്ട് ഹാസിലുൻ ഇത് കാനല്ല ഇദാ കാന ഖായിമൻ എന്ന് വെക്കാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ദാഹിറായി 3 ടൈപ്പുണ്ട്, നമ്മൾ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തഖ്ദീർ വരിക ഹാസിലുൻ ഇദാ കാന മൽത്തൂത്തൻ ഉണ്ടോ, നേരത്തെ തന്നെ. അക്സറു ഷുർബി, അത് ഏറ്റവും അധികരിച്ചതാകുന്നത് ഷുർബി സവീക്ക്, ഞാൻ സവീക്ക് കുടിക്കുന്നതിൽ ഏറ്റവും അധികരിച്ചത് മൽത്തൂത്തൻ, സവീക്ക് മൽത്തൂത്തായ നിലയിലാണ്. അപ്പോൾ തഖ്ദീർ ഹാസിലുൻ ഇദാ കാന മൽത്തൂത്താന നമ്മൾ പറഞ്ഞു. ഔ ഖായിമൻ, അല്ലെങ്കിൽ ഔ ഖായിമൻ നോക്കുക, അത് മഖബലുള്ളതെന്ന് പറഞ്ഞാലാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി വഖിസ് അലാ ദാലിക, ഇതിൻ്റെ മേലെ ഖിയാസാക്കിക്കോന്ന. പക്ഷേ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അൽഫിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. ഇനി വാവിൻ്റെ ഉദാഹരണം നോക്കിയാൽ വ മിസാലുൽ വാവി, വാവിൻ്റെ ഉദാഹരണം നഹ്വ് ഇതുപോലെ കുൽ. ഇനി ഖബറിനെ കളയൽ വാജിബായ മൂന്നാമത്തെ സന്ദർഭം, ഖബറിനെ കളയൽ വാജിബായ മൂന്നാമത്തെ സന്ദർഭം നമ്മൾ പറഞ്ഞു സ്വരീഹായ മുസാഹബത്തിൻ്റെ വാവിന് ശേഷമാണ്. അഥവാ അല്ലേ വേറൊന്നൽക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നസ്സുൻ ഫി ദലാലത്തി അലൽ മഅയ്യ എന്നും പറയും. മഅയ്യത്തിൻ്റെ മേൽ കൂടെ, ഈ മഅയ്യത്തിൻ്റെ മേൽ അറിയിക്കുന്നതിൽ അത് എന്തായിരിക്കും? നസ്സായിരിക്കും, ഗണ്ണിതമായിരിക്കും. അപ്പോൾ എന്താണ് ഈ മഅയ്യത്തിൽ അത് ഗണ്ണിതമാവും അല്ലെ സ്വരീഹായ മുസാഹബത്തിൻ്റെ വാവ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് അറിയുങ്ങൾ? അതായത് ഈ വാവ് സംഭവിക്കുക എപ്പോഴും മുതലാസിമായിട്ടുള്ള, പരസ്പരം എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങൾക്കിടയിലാണ് ഈ വാവ് സംഭവിക്കുക. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് വേറിട്ട് പോവാതെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വാവാൻ. അതാണ് എന്താണ് ഇത്? മഅയ്യത്തിൽ നസ്, മഅയ്യത്തിനെ അറിയിക്കുന്ന നസ്സാണ് അല്ലെ സ്വരീഹായ മുസാഹബത്തിൻ്റെ വാവ് എന്നൊക്കെ പറയാൻ കാരണം. അപ്പോൾ പരസ്പരം വേറിട്ട് പോവാത്തതാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഏതുപോലെ നഹ്വു കുല്ലു റജുലിൻ, എല്ലാ മനുഷ്യനും, വ ബൈഅതുഹു, അവൻ്റെ തൊഴിലിനോട് കൂടെ അവൻ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാ. അതായത് ഐ കുല്ലു റജുലിൻ മഅ ബൈഅതിഹിന, മഅൻ്റെ മാനാണ്, മാടെ വെച്ച് കൊടുത്താൽ കറക്റ്റ് മാനാണ് നമുക്ക്. ഐ ഹിർഫത്തിഹി മഖറൂനാനീന, അപ്പോൾ എല്ലാ മനുഷ്യനും അവൻ്റെ തൊഴിലും അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, വേറിട്ട് പോവാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വാവ് സംഭവിച്ചത്. അതാണ് കുല്ലു റജുലിൻ വദയഅതുഹു, എല്ലാ മനുഷ്യരും, എല്ലാ പുരുഷന്മാരും, വദയഅതുഹു, അവൻ്റെ തൊഴിലിനോട് കൂടെ. അപ്പോൾ ഖബർ കളഞ്ഞതാണ്. ഐ കുല്ലു റജുലിൻ മഅ ദയഅതിഹി നശാരി അവിടെ കൊടുക്കുന്നുണ്ട്. ഐ ഹിർഫത്തിഹി, അവൻ്റെ തൊഴിലിനോട് കൂടെ. എന്താണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും, അത് പറയേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മളിപ്പോൾ പറയുന്നത് എല്ലാ മനുഷ്യനും അവരുടെ തൊഴിലിനോടൊപ്പം എന്ന് പറഞ്ഞാൽ മഖറൂനാനി, ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതാണ് മഖറൂനാനി എന്ന് പറഞ്ഞവരെ. അപ്പോൾ കുല്ല് മുബ്തദാണ്, റജുൽ മുദാഫ് ഇലൈഹി, വ ദയഅതുഹു എന്നുള്ളത് മുബ്തദാൻ്റെ മേലേക്ക് എന്താണ്? മഅതൂഫാണ്. ഖബർ അപ്പം കളയൽ വാജിബാണ്, മഖറൂനാനി എന്ന് വെക്കണം. അത് കളയാനുള്ള കാരണം എന്താണ്? ആ വാവും ശേഷമുള്ള ആ ഇസ്മും വ ദയഅതുഹു എന്നുള്ളത് ഒരു മുസാഹബത്തിന് അല്ല, ഒരു ഇഖ്തിറാനെ ബന്ധപ്പെട്ട് കിടക്കുക, ഒരു മുസാഹബത്തിന് അത് അറിയിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമല്ല. അപ്പോൾ പരസ്പരം മുതലാസിമായ കാര്യങ്ങൾക്കിടയിൽ, 2 കാര്യങ്ങൾക്കിടയിലാണ് വാവ് സംഭവിക്കുക. അതാണ് നത്ത് ഗണ്ണിതം, മഅയ്യത്തിൽ ഗണ്ണിതം അല്ലെ സ്വരീഹായ മുസാഹബത്തിൻ്റെ വാവ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു കുറേ ശൈലികൾ, അറബികളുടെ ശൈലികൾ ധാരാളം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേറെ പറയണം കുല്ലു റജുലിൻ വ ദീനുഹു, എല്ലാ മനുഷ്യനും അവൻ്റെ ദീനിനോടൊപ്പം ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ് പറയണമല്ല. കുല്ലു റജുലിൻ വ ദീനുഹു, എല്ലാ മനുഷ്യരും അവൻ്റെ ദീനും.
ആയിട്ട് ദീനിൻ്റെ കൂടെയാന്ന് പറഞ്ഞാൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കുല്ലു ബലദിൻ വഅദാതുഹു, എല്ലാ നാടും അവരുടെ ആചാരങ്ങൾ അതുപോലെ ആദത്തുകളും. അതുപോലെ കുല്ലു ഷെയ്ഖിൻ വ തരീഖത്തുഹു, എല്ലാ ഷെയ്ഖും അവരുടെ ത്വരീഖത്തിൻ്റെ കൂടെ എന്താണ് മുത്തലാസിമാനീന്നോ നമുക്ക് മുത്തലാസിമാനീന്നോ അല്ലെ മുഖത്തരിനാനീന്നോ മുത്തഫാഹിബാനീന്നോ ഒക്കെ വെക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പം മക്റൂനാനീന്നാണ് ഷാരിഹ് പറഞ്ഞത്. നമുക്ക് മുഖത്തരിനാനി അല്ലെ മുത്തലാസിമാനി അല്ലെ മുത്തസാഹിബാനി, ഇങ്ങനെ നമുക്ക് അതിന് യോജിച്ച് വെച്ച് കൊടുക്കുക, കുഴപ്പമില്ല. ഇങ്ങനെ കുറേ ശൈലികൾ കാണാൻ പറ്റും. കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ കുല്ലു ഷെയ്ഖിൻ വ തരീഖത്തുഹു, എല്ലാ ഷെയ്ഖന്മാരും അവരുടെ ത്വരീഖത്തിനോട് കൂടെ മുത്തലാസിമാനി എന്താ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ കുല്ലു റജുലിൻ വ അമലുഹു, അല്ലെങ്കിൽ കുല്ലു ജുന്ദിയിൻ വ സിലാഹുഹു, കുല്ലു താലിബിൻ വ ഖലമുഹു, ഇതൊക്കെ ഇങ്ങനത്തെ പറഞ്ഞ ശൈലികളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഖബർ കലൽ വാജിബായ കാരണം ഓൾറെഡി അത് നമുക്ക് അവിടെ കിട്ടും. ദലീൽ വല ഹാദൽ ഖബരി, ഈ ഖബറിൻ്റെ മേലുള്ള ദലീൽ എന്താ? ഒരു കാര്യമാണ് ഫിൽ വാവിലുള്ള ഒരു കാര്യമാണ്. അതെന്തിനാൽ മിൻ മാനൽ മഅയ്യത്തിൻ്റെ അവിടെ ഉണ്ട്. കാരണം അവിടെ ആ വാവിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുത്താൽ താമായ ഒരു കലാമായിട്ട് നമുക്ക് പറയാം. ഒരു കുഴപ്പമില്ല, അതേ മായനായിരിക്കും. അപ്പോൾ അതാണ് മഅയ്യത്തിൻ്റെ മാന വാവ് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ എല്ലാ മനുഷ്യനും അവൻ്റെ തൊഴിലും, എല്ലാ മനുഷ്യനും അവൻ്റെ ദീനും അവൻ്റെ ദീനിനോട് കൂടെയാണ്. കൂടെ എന്ന് പറയുമ്പോൾ കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് വാദിഹായ കാര്യമാണ്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.